ഓക്കെ. അതിപ്പം 3 മാർക്കറ്റ് ആയാലും ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഫോറിൻ മാർക്കറ്റും കാര്യങ്ങളും 3 മാർക്കറ്റും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പം നോക്കുന്നത് BTC ആണ്. അപ്പൊ BTC ഇതാണ് നമ്മളെ ടൂള് വരുന്നത്. നമ്മൾ ടൂള് ഇവിടെ ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു എൻട്രി, അതായത് ഒരു പ്രോപ്പർ എൻട്രി എവിടെ നമുക്ക് എടുക്കുക എന്നുള്ളതും എവിടം വരെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യുക, എവിടെ SL വെക്കണം എന്നുള്ളതും, ഇതാണ് ഒരു ട്രേഡിങ്ങിന്റെ ഒരു മേജർ പാർട്ട് വരുന്നത്. അപ്പൊ പല ആൾക്കാരും 3 മാസമോ അതേപോലെ 4 മാസമൊക്കെ കോഴ്സും കാര്യങ്ങളും എടുത്ത് പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ 3 മാസം കൊണ്ട് നിങ്ങൾ ഈ പഠിക്കുന്ന സാധനത്തിന് നിങ്ങൾക്കൊരു ടൂളായി, ആ ഒരു സിസ്റ്റത്തിനെ ഒരു ടൂളായി ഡെവലപ്പായി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും മാസം കൊണ്ട് നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിൽ എന്താക്കാൻ പറ്റും, അത് വെച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിന്റെ പിന്നിലുള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% അൽഗോ ആണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഒരു 5%, അതായത് മാനുവലി ചെയ്യുന്ന സമയം 95% നിങ്ങൾ എന്നാക്കണം മാർക്കറ്റിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഇവിടെ ആകുമ്പോൾ 5% എന്നാക്കിയാൽ മതി, നിങ്ങളൊരു പ്രസൻസ് 5% കൊടുത്താൽ മതി. റിസ്ക് മാനേജ്മെന്റ് ആയിക്കോട്ടെ, എൻട്രി ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മളെ ടൂള് തന്നെ എന്നാക്കും അനലൈസ് കാര്യങ്ങൾ ചെയ്ത് നമുക്കത് കാണിച്ചു തരും. അത് നിങ്ങൾ ചെയ്യേണ്ട, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ഒന്നാക്കുക, നിങ്ങളെ ബ്രോക്കറിൽ കൊണ്ടുപോയി എന്നാക്കുക, പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ടൂളിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ട്രേഡിംഗ് വ്യൂ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. എന്താണ് ട്രേഡിംഗ് വ്യൂ എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ലോകത്തിലുള്ള നമ്പർ 1 പ്ലാറ്റ്ഫോമാണ്, ട്രേഡേഴ്സിന് വേണ്ടി മാത്രമുള്ള നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇപ്പൊ ഞങ്ങളുടെ ടൂൾ ഉള്ളത് ട്രേഡിംഗ് വ്യൂവിലാണ്. ഓക്കെ, നമ്മുടെ ടൂൾ ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ ടൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിന്റെ ബാക്ക് എൻഡിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മേജർ ഡൗട്ടാണ് ഇതിന്റെ ഒരു വിന്നിങ് റേഷ്യോ എങ്ങനെയാണെന്നുള്ളത്. മോസ്റ്റ് പീപ്പിളും ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ് തന്നെയാണ്. ഇതിന്റെ ഒരു വിന്നിങ് റേഷ്യോ ടൂളിന് എങ്ങനെയാണ്, ആക്യൂറസി എങ്ങനെയാണ് ഇതിന്റെ ഒരു വിന്നിങ് റേഷ്യോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നെക്സ്റ്റ് ഒരു ഡൗട്ട് ഉള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും, ഇവിടെ നമുക്ക് ഗോൾഡിൽ നല്ലൊരു ബൈ എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ടാർഗറ്റ് കംപ്ലീറ്റ് ആയ ഒരു എൻട്രി ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇപ്പൊ നെക്സ്റ്റ് ഒരു എൻട്രി, അതായത് മാർക്കറ്റിനനുസരിച്ചിട്ട് എൻട്രിയും കാര്യങ്ങളൊന്നും ആവൂല, അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ആയിട്ട് പോകൂല. അതായത് ഒരു ഹ്യൂമൺ എങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാം, ടൂളായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് എത്തീരിയം, അതായത് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എത്തീരിയത്തിൽ ഓൾറെഡി എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഗോൾഡിന്റെ തന്നെ ഇതിനൊരു ടൂളിന്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയണമല്ലോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രേഡിംഗ് തന്നെ ലൈവ് ടെസ്റ്റ് നമുക്ക് നോക്കി നോക്കാം, ഇന്നത്തെ ഒരു വിന്നിങ് പെർസെൻറ്റേജ്, ടൂളിന്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതായത് 67% ആണ് ഇന്നത്തെ ടൂളിന്റെ വിന്നിങ് ആക്യൂറസി പെർസെൻറ്റേജ് ഉള്ളത്. ഇത് ഇന്ന് നടന്ന ട്രേഡ്സ് ആണ്. ഇന്നല്ല ടോട്ടലി ഇപ്പൊ നടന്ന ട്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 138 ട്രേഡ്സ് നടന്നിട്ടുണ്ട് ടോട്ടലി. അപ്പൊ അതിൽ 93 ട്രേഡ്സും സക്സസ് തന്നെയാണ്. 45 ട്രേഡാണ് നമുക്ക് അവിടെ ഫെയിലിയർ ആയിട്ട് ടോട്ടലി വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഗോൾഡിന്റെ ഇന്നത്തെ ഒരു വിന്നിങ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ഒരു ബൈനാൻസിന്റെ ഒരു വിന്നിങ് റേഷ്യോ, ബിനാൻസിന്റെ BTCന്റെ ഒരു വിന്നിങ് റേഷ്യോ നമുക്ക് നോക്കുന്ന സമയം ഓരോ മാർക്കറ്റിനും ഓരോ ഡിഫറെന്റ് വിന്നിങ് റേഷ്യോ ആണ്. അന്നത്തെ ബിസിനസ് നടക്കുന്ന പോലെയാണ്. അപ്പം BTCയുടെ ഒരു വിന്നിങ് റേഷ്യോ വരുന്നത് ഇന്നത്തെ 67% തന്നെയാണ് BTCക്കുള്ള ഒരു വിന്നിങ് പെർസെൻറ്റേജ്. പക്ഷെ ടോട്ടലി നടന്ന ട്രേഡ്സിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 179 ട്രേഡ്സ് അതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 79 അതിൽ 120 ട്രേഡ്സോളം പ്രോഫിറ്റിലാണ്. നമുക്ക് XRP അല്ലെങ്കിൽ സൊലാന മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഏത് മാർക്കറ്റാണ് നിങ്ങൾക്ക് സജഷൻ ചെയ്യാട്ടോ, ആ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും. നിങ്ങളൊന്ന് വോയിസ് ഓപ്പൺ ആക്കിയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുള്ള കൺസേൺ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് ഇത് ചെയ്തുകൂടാ. അവിടുന്ന് നിങ്ങൾക്കുള്ള കൺസേൺ ഓരോരുത്തരും എന്നാക്കുക, വോയിസ് ഓപ്പൺ ആക്കുക, എന്നിട്ട് അത് ചോദിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട് ഓരോരുത്തരും എന്നാക്കുക, ക്ലാരിറ്റി വരുത്തി തന്നെ പോവാം. അപ്പൊ ആർക്കെങ്കിലും ചോദിക്കാം, അന്ന് വോയിസ് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഏത് മാർക്കറ്റിനെ പറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിനെ കുറിച്ച് തന്നെ നമുക്ക് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. സാറേ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച്, ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി തന്നെ പറയാം. ഓക്കെ, ഫോറക്സിൽ ഇപ്പൊ ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ല, ഞാൻ നിലവിൽ ചെയ്യുന്നില്ല. ഞാൻ ഓട്ടോമാറ്റിക് ട്രേഡിംഗിൽ ഒരു പ്രാവശ്യം എമൗണ്ട് ഇട്ട് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഓട്ടോമാറ്റിക് ട്രേഡിങ്ങും ഈ ട്രേഡിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ എന്നാക്കി തരാം, ഞാൻ പറഞ്ഞു തരാം.
ഇപ്പം ഓട്ടോമാറ്റിക് ട്രേഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്നാക്കുന്ന ഒരു അൽഗോന് കൊടുക്കുകയാണ് ഫുൾ ആക്സസ്. ഇവിടെ ഉള്ളത് ഒരു 95% മാത്രമാണ് അൽഗോ. അതായത് നിങ്ങൾക്ക് എൻട്രി കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ തന്നെ ഒരു 5% എപ്പോഴും അതിൽ കൺട്രോൾ നിങ്ങളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. നിലവിൽ നിങ്ങളിപ്പം ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പം ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ട്. ഈ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എ ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. ഈ എ ബുക്ക് ബി ബുക്ക് ബ്രോക്കേഴ്സ് 2 ബ്രോക്കേഴ്സ് നിലവിൽ മാർക്കറ്റിലുണ്ട്. എ ബുക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നതാണ് റിയൽ ഡാറ്റ, റിയൽ ട്രേഡിംഗ് ഡാറ്റ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എ ബുക്ക് ബ്രോക്കേഴ്സ് തന്നെ എന്നാക്കണം ട്രേഡിങ് ചെയ്യണം. ബി ബുക്ക് ബ്രോക്കേഴ്സിൽ കാണിക്കുന്ന ഡാറ്റാസ് മുഴുവനും ഫേക്കാണ്. അപ്പോൾ അതാണ് പല ആൾക്കാരും മാർക്കറ്റിൽ ഫെയിലിയർ വരാനുള്ള മെയിൻ റീസൺ. ഒരിക്കലും ഒരു ബോട്ടിന് ഫുള്ളായിട്ട് മാർക്കറ്റിന്റെ കൺട്രോൾ കൊടുത്തുകൊണ്ട് എന്നാക്കാൻ പറ്റൂല, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റൂല, അത് പോസിബിൾ അല്ല. അത് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു സ്റ്റാഫിനെയോ ഒരു മാനേജറിനെയോ കംപ്ലീറ്റ് നിങ്ങളൊരു ബിസിനസ് ഓണർഷിപ്പ് കൊടുത്ത് നിങ്ങൾ അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പം എന്താണ് ആ ബിസിനസ് നടക്കൽ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ കമ്പനി എന്നാവും ഫെയിലറിലേക്ക് വരും. അപ്പം അതാണ് നിങ്ങളൊരു ബോട്ടിന് കംപ്ലീറ്റ് ആക്സസ് കൊടുത്തുകൊണ്ട് ഒരു അൽഗോ ട്രേഡിങ് നടത്തിയാലുള്ള ഒരു മിസ്റ്റേക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അൽഗോ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നാക്കണ്ട, ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അൽഗോ. അതായത് ഇപ്പം ബിനാൻസ് പോലത്തെ A1 ബ്രോക്കേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് എന്നാക്കുന്നുണ്ട്, അൽഗോനെ കൊടുക്കുന്നുണ്ട്, ഫ്രീ അൽഗോ ഉണ്ട്. ബിനാൻസ് പോലത്തെ എ ബുക്ക് ബ്രോക്കേഴ്സ്, ഈ എ ബുക്ക് ബ്രോക്കേഴ്സ് ഒരു എ ബുക്ക് ബ്രോക്കേഴ്സ് ഒന്നാക്കൂല തേർഡ് പാർട്ടി അൽഗോനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റാളേഷൻ API കണക്ഷൻ ചെയ്യാൻ സമ്മതിക്കൂല. അതാണ് അതിന്റെ റിയാലിറ്റി. അപ്പം ഇതിപ്പോ ഫോറക്സ് ആണ്, ഇതിന്റെ ഒരു ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോ ടൂള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടൂള് നിങ്ങൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരും. ട്രേഡിംഗ് വ്യൂ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ടൂൾ അവിടെ എന്താണ് ആക്സസ് ആണ്. എപ്പോഴാണ് ട്രേഡിംഗ് വ്യൂ എന്നാകുന്നത് അത് ഓഫായിട്ട് പോകുന്നത്, ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ ഒരു പ്രായത്തിൽ ട്രേഡിംഗ് വ്യൂ എന്നാകുന്നു, ആ ആപ്പ് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്നാവും നിങ്ങൾക്ക് അവിടെ ആ ടൂള് ഇവിടുന്ന് നഷ്ടപ്പെടും. പക്ഷെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പ് ഓഫാരോട് കൂടി ട്രേഡിംഗ് എന്നാവും അവസാനിക്കും. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ഡൗട്ടുകൾ ചോദിക്കാം. നിങ്ങളിപ്പോൾ ഡൗട്ടുകൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അതൊരു നല്ലൊരു കോൺവെക്കേഷൻ ആയിട്ട് എന്താക്കാൻ പറ്റും, പോകാൻ പറ്റും. എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം. നിങ്ങൾ സാറേ ഈ ടൂളിലെ ബൈ ചെയ്യുന്നത് എവിടെ കാണിക്കുന്നത് എങ്ങനെയാന്ന് കൃത്യം? ഞാൻ ഈ ഗോൾഡ് ഇത് ഓൾറെഡി ഇപ്പം ഈ ഗോൾഡിൽ ഓൾറെഡി ഈ ഒരു സെക്ഷൻ ഇത് കംപ്ലീറ്റ് ആയി ട്രേഡ് കംപ്ലീറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഒരു എൻട്രി കിട്ടാൻ കുറച്ച് വെയിറ്റ് ആവും. അതായത് ഒരു പ്രോപ്പർ വെറുതെ ഒരു എൻട്രി കാണിച്ച് പോകില്ല. ഞാനൊന്ന് കോയിൻ മാറ്റി കാണിച്ചു തരാം. വേറെ ഏതെങ്കിലും കോയിൻ നിലവിലുള്ളപ്പോൾ സിൽവറിൽ നോക്കി നോക്കാം. ഓക്കെ, ഞാൻ ഫോറക്സ് യൂറോ USDT. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ യൂറോ USDT ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു എൻട്രി എന്നായിട്ടുണ്ട് വന്നിട്ടുണ്ട്. യൂറോ USDTയിലാണ്. ഇവിടെ നമുക്കൊരു എൻട്രി എന്നായിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു കൺഫർമേഷൻ എൻട്രി ആണ്. അതായത് ഇവിടെ ഈ ഡാറ്റ ബോക്സ് കണ്ടോ, ഇത് കുഴപ്പമില്ലാത്തൊരു കൺഫർമേഷൻ എൻട്രി ആണ് നമുക്ക് ഇവിടെ എന്നായിട്ടുള്ളത് പ്ലേസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുന്ന സമയം നിങ്ങൾ എന്നാക്കുക ഈ എൻട്രി വാല്യൂ, ഇപ്പൊ എവിടെയാണ് മാർക്കറ്റിൽ അവിടെ നന്നാക്കുക, ആ എൻട്രി വാല്യൂ നന്നാക്കുക, എൻട്രി പ്ലേസ് ചെയ്യുക. TP1 TP2 TP3 TP4 എന്ന രീതിയിൽ തന്നെ എന്നാക്കുക ടാർഗറ്റ് സെറ്റ് ചെയ്യുക, SL കീപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ ഏത് ബ്രോക്കറാണ് അതിൽ കൊണ്ടുപോയി എന്നാക്കുക പ്ലേസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കൊരു 1 മിനിറ്റിലേക്കും അതായത് നമ്മൾ സ്ട്രാറ്റജി വർക്കിംഗ് സ്കാൽപ്പിങ്ങിലാണ് 5 മിനിറ്റ് 15 മിനിറ്റിലാണ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ TP1 ഞാൻ പറഞ്ഞത് ഇപ്പം വരുന്നത് ഇതാണ്, പൗണ്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ തിരിയും. എൻട്രി ഇവിടെ വന്നു, ലൈവായിട്ട് മാർക്കറ്റ് ലൈവായിട്ടാണ് നിങ്ങൾ കാണുന്നത്. മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റിലെ കോയിൻ പേയേഴ്സ് ആണ്, കോയിന്റെ പേയേഴ്സ് ആണ്. ഇത് ഓൾറെഡി ഇവിടെ ഡാറ്റാ ബോക്സ് നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും. കംപ്ലീറ്റ് സ്ട്രോങ് കൺഫർമേഷൻ ആണ്. ഇതാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയം നല്ല വോളിയം ഉണ്ട്. അപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത് ഓൾറെഡി ഒരു TP4 വരെ എന്തായാലും മാർക്കറ്റ് എന്നാവും കംപ്ലീറ്റ് ആവും. അതായത് നമുക്കിത് 1 മിനിറ്റിലേക്ക് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും അതിന്റെ ഒരു ആക്യുറസി എന്താണെന്നുള്ളത്.
ആ ടൂളിന്റെ ഒരു ആക്രോസി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു വിന്നിങ് ഇത് കാണിച്ചു തരാണ്. നമുക്കൊരു 1 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു മൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ലോഡിങ്ങിന് ചെറിയ ടൈം എടുക്കുന്നത്. ഇതാ നമ്മൾ 1 മിനിറ്റിന്റെ ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരിയും. ഇതിന്റെ ആ ഒരു മൂവ്മെന്റ് എന്താണ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തിരിയും ഒരു 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ. ചോദിക്കാട്ടെ, ഡൗട്ട്സുകൾ ചോദിക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഓരോരുത്തരും പോയിന്റ് വൈസ് ആയിട്ട് ചോദിച്ച് തന്നെ എന്നാക്കുക കംപ്ലീറ്റ് ചെയ്യുക. സാറേ അപ്പൊ നമ്മൾ ഇതിനകത്ത് എൻട്രി എക്സിറ്റും നമ്മൾ എടുക്കുവാണെങ്കിൽ അതോ എൻട്രി എക്സിറ്റും, അതായത് ഇങ്ങനെ ഒരു സാധനം നമുക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ടൂള് ഒരു സാധനം നമുക്ക് എന്നാക്കി തന്നു, മാർക്ക് ചെയ്ത് തന്നു, നമുക്കൊരു എൻട്രി വന്നു, ടൂൾ എന്നാക്കി ഇങ്ങനെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൺഫർമേഷൻ നോക്കേണ്ട കാര്യങ്ങളാണ്. അതിനാണ് ഇവിടെ ഡാറ്റ ബോക്സ് നമ്മളെ. അത് കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പം എന്താക്കുക അവിടെ എൻട്രി നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇത് വെച്ചിട്ട് വെറുതെ ടൂള് വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് വെച്ചുകൊണ്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്, പഠിപ്പിച്ചു തരും എങ്ങനെയാണ് അതിന്റെ ഒരു കൺഫർമേഷൻ നോക്കാന്നുള്ളത്. ഓൾമോസ്റ്റ് ഇന്ന് മാർക്കറ്റ് നല്ലൊരു മൂവിങ്, നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് മാർക്കറ്റ് മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ഒരു എൻട്രിയും കാര്യം എല്ലാ മാർക്കറ്റും കംപ്ലീറ്റ് ആണ്. എൻട്രി വന്ന മാർക്കറ്റ് ഫുൾഫിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഗോൾഡിൽ നമുക്ക് നെക്സ്റ്റ് ചോദിക്കാം. ഈ ടൂള് പർച്ചേസ് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണോ എൻട്രി എടുക്കേണ്ടത് വന്നത്, അതോ നിങ്ങൾ തന്നെയാണ് ഇത്? നിങ്ങളെ ഈ കാണുന്ന സ്ക്രീനിൽ, നിങ്ങളിപ്പം കാണുന്ന സ്ക്രീനിൽ നിങ്ങളെ ട്രേഡിംഗ് വ്യൂ ആപ്പിൽ നിങ്ങൾക്ക് അത് വിസിബിൾ ആയി കാണും. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് എൻട്രി എടുക്കുന്ന സിസ്റ്റം അല്ല, നിങ്ങളെ മൊബൈലിന്, അതായത് ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താണ് ട്രേഡിംഗ് വ്യൂ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ലോകത്തില് പല ബ്രോക്കേഴ്സും എല്ലാ ട്രേഡേഴ്സും, അതായത് ലോകത്തിൽ എത്ര വലിയ ട്രേഡേഴ്സ് ഉണ്ടോ അവരൊക്കെ ഉപയോഗിക്കുന്ന, അതായത് ചാർട്ടും കാര്യങ്ങളും മാർക്കറ്റിന്റെ ചാർട്ടും കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റം. ഇതിലാണ് എല്ലാവരും ഒന്നാക്കുന്നത് ചാർട്ടും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് ട്രേഡിംഗ് വ്യൂ ഒന്നാക്കുന്നത് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തിരിയും. ഇപ്പൊ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്, ടൂള് കാണിച്ചു തന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ? ഇവിടെ ഒരു എൻട്രി കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഡോഡ്ജ് കോയിൻ ആണ്, ക്രിപ്റ്റോയിലാണ് ഒരു എൻട്രി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഡാറ്റ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കൺഫർമേഷൻ അല്ല, മാർക്കറ്റ് ബിയറിഷിലാണ് ഉള്ളത്. ഇവിടെ കൺഫർമേഷൻ ആയിട്ടില്ല. ഈ എൻട്രി എടുക്കണമെങ്കിൽ ഇവിടെ കൺഫർമേഷൻ ആയിട്ടില്ല. ഇത് ഫുള്ളി ബുള്ളിഷിലേക്ക് വരും. ഇത് ഫുള്ളി എന്നാവും ബുള്ളിഷിലേക്ക് മാർക്കറ്റ് കൺവേർട്ട് ആയിട്ട് വരും. നമുക്ക് ഗോൾഡിൽ നമുക്ക് നോക്കി നോക്കാം. ഗോൾഡ് ഇപ്പൊ നമുക്കൊരു 1 മിനിറ്റ് ചാർട്ട് എടുക്കാം. അതിന്റെ ഒരു ടൂൾ മൂവ്മെന്റ് ആക്രോസി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇപ്പം ഗോൾഡിൽ 1 മിനിറ്റിൽ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്. ഇത് നോക്കി, ഇവിടെ കണ്ട ഡാറ്റ ബോക്സ് കണ്ടു. ഫുള്ളി എന്താണ് ഇത്? സ്ട്രോങ് കൺഫർമേഷൻ ആണ്. 1 അവറിൽ പുള്ളിച്ചാണ്. ഇത് സ്ട്രോങ് കൺഫർമേഷൻ ആണ്. നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. ധൈര്യമായിട്ട് എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യുക. അതായത് ഇത് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ TP1, TP2, TP3, TP4 എന്നുള്ളത് അത് അതേ രീതിയിൽ തന്നെ. അതായത് നിങ്ങളൊരു 10 എൻട്രി എടുത്താൽ ഇപ്പം ഗോൾഡിന്റെ വിന്നിംഗ് റേഷ്യോ ഉള്ളത്, അതായത് ഗോൾഡിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ ഞാൻ ഇവിടെ ക്യാപ്ചർ ചെയ്ത് തരാം. അതായത് ഇന്നത്തെ നിലവിലെ വിന്നിംഗ് റേഷ്യോ ഇതല്ല, 1 മിനിറ്റ് അല്ല, ഗോൾഡിന്റെ ഒരു 5 മിനിറ്റിലാണ്. 1 മിനിറ്റിനായി ഇത് കാണിക്കുന്നതാണ്. നമുക്ക് ടൂളിന്റെ ആക്യുറസി അതായത് ഗോൾഡിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ വരുന്നത് ഓക്കെ 64 ആണ് ഇപ്പൊ വിന്നിംഗ് റേഷ്യോ വരുന്നത്. അതായത് 65 കൂട്ടിക്കോ, അതായത് 5 മിനിറ്റിന്റെ ചാർട്ടിൽ 5 മിനിറ്റിന്റെ 65 ആണ് കൂട്ടിക്കോ. അപ്പോൾ നമ്മളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 4, അതായത് 6, ഒരു 7 ട്രേഡിൽ സക്സസ് ആണ്. ഈ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് എല്ലാം TP4 തന്നെ അടിക്കണം എന്നില്ല. TP1 അടിക്കാം, TP2 അടിക്കാം, അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് പിന്നെ TP സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. TP1, TP2, TP3, TP4 എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ TP1 എത്തിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് അവിടെ സെക്യൂർ ആയി. രണ്ടാമത്തെ TP എത്തിക്കഴിഞ്ഞാൽ ആ TP2 പ്രോഫിറ്റ് അവിടെ സെക്യൂർ ആയി. അതായത് പിന്നെ അവിടെ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും, ലോസ് ആവില്ല. മൂന്നാമത്തെ TP എത്തിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂർ ആയി. നാലാമത്തെ TP എത്തിയാണെങ്കിൽ അത് അതായത് TP4 തന്നെ കംപ്ലീറ്റ് ആവും. ആ രീതിയിലാണ് TPയും കാര്യങ്ങളും കംപ്ലീറ്റ് ആവേണ്ടത്. ഒരിക്കലും 1 മിനിറ്റ് ചാർട്ടിൽ ഇട്ടിട്ട് എന്നായിക്കൂടാ ട്രേഡ് എടുത്തുകൂടാ. അത് ഞാൻ അതിലേ പറയാം, ഒരിക്കലും 1 മിനിറ്റ് ചാർട്ടിൽ എന്നായിക്കൂടാ ട്രേഡ് എടുത്തുകൂടാ. അത് നമുക്ക് ടൂള് തന്നെ പറയുന്നുണ്ട് 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് ട്രേഡ് എടുത്തുകൂടാന്നുള്ളത്. വെച്ചാൽ ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് 1 മിനിറ്റിലേക്ക് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1 മിനിറ്റിൽ ഒരിക്കലും ആരും എന്നായിക്കൂടാ ട്രേഡിങ് എടുത്തുകൂടാ. അത് ഭയങ്കര റിസ്ക് ആണ്. അതാണ് അതിന്റെ ഒരു കോൺസിക്യൂഷൻ വരുന്നത്. അപ്പൊ സാറേ ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര മിനിറ്റിലേക്കാ ഇപ്പൊ വെക്കേണ്ടത്? 5 മിനിറ്റും 15 മിനിറ്റും ആണ് അതിന്റെ ടൂളിന്റെ, അതായത് നമ്മൾ സ്ട്രാറ്റജിയിൽ വിന്നിങ് വരുന്നത്. 5 മിനിറ്റും 15 മിനിറ്റും. ഓക്കെ ഓക്കെ. സ്കാൽപ്പിംഗ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് മോസ്റ്റ്ലി അത് 5 മിനിറ്റ് തന്നെ എന്നാക്കാം ഉപയോഗിക്കാൻ പറ്റും, അതിൽ പ്രശ്നമൊന്നുമില്ല. സ്കാൽപ്പിംഗ് തന്നെയാണ് വരുന്നത്. സാറേ ഞാനിപ്പോ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പൊ നേരിട്ട് വരുമ്പോ ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കുന്നവരെ പറഞ്ഞു തരില്ലേ? യെസ്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ നാളെ നിങ്ങൾ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, നാളെ നിങ്ങൾക്ക് സെക്ഷൻസ് ഉണ്ട്, ഇത് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു നോളജ് ആണ് തന്നത്. ഇതിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് നിങ്ങളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഒന്നുമില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്ന സിസ്റ്റത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ. നമുക്ക് ഗോൾഡ് ആയിക്കോട്ടെ, ഫോറക്സ്, അതായത് ഏത് ബ്രോക്കർ എടുക്കേണ്ട കാര്യങ്ങളും നമ്മൾ എന്നാക്കി തരും. ബ്രോക്കേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും, സജഷൻസ് തരും. പിന്നെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ട്രേഡിംഗ് അറിയാത്തത് കൊണ്ടല്ല ആരും ഒന്നാകുന്നത്, പഠിച്ചിട്ടും ട്രേഡിംഗ് ചെയ്യാൻ പറ്റാത്തത്. ഒന്ന് ഇമോഷൻ കൺട്രോൾ ചെയ്യണം, ഒന്ന് ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. ഈ സാധനം ഒരിക്കലും ഒരു ഹ്യൂമണിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അതായത് ഒന്ന് ലോസ് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, ഒരു ഹ്യൂമണിന് ചെയ്യാൻ പറ്റാത്തതാണ്. സക്സസ് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യൂല, അത് ഓവർ ട്രേഡിലേക്ക് പോകും. ഈ രണ്ടിനും നടുക്കുന്ന് ട്രേഡ് ചെയ്യാന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആള് 24 ഇതിനേക്ക് ഡെഡിക്കേറ്റഡ് ആയ ഒരാളായിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവർക്കും വേറെ ബിസിനസ്സും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതായത് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഇതിന്റെ ബാക്ക് എൻഡിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 കൊല്ലത്തെ ഡാറ്റ നമ്മൾ ഇതിന് പഠിപ്പിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ഓരോ സെക്ടറിലും ഓരോ ദിവസം കഴിയുന്ന സാധനം മാർക്കറ്റിന് ശരിക്കും റിപ്പീറ്റ് സാധനം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരാൾ മാനുവലി ഇപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് എടുത്തുകൊണ്ട് അതിന്റെ ഫ്രണ്ട് എൻഡ് മാത്രമാണ് പഠിക്കുന്നത് ഒരു 3 മാസം കൊണ്ട്. ഒരാൾ ഒരു മാനുവലി ഒരു 20 കൊല്ലത്തെ ഡാറ്റ പഠിക്കണമെങ്കിൽ എത്ര കൊല്ലം അയാൾ എന്നാക്കേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും മാർക്കറ്റിൽ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്കും ആർക്കും ഇതിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിനെ എന്താക്കാൻ പറ്റും, നമുക്ക് ഒരു ടൂളാക്കി ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇതിലത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജിയാണ് ഇതിന്റെ ബാക്ക് എൻഡിലുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ കറക്റ്റ് ഒരു സിസ്റ്റം നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തരും. അതായത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ടൂൾ എടുക്കേണ്ട ഒരു സിസ്റ്റം പ്ലാൻ, അതായത് ഇപ്പൊ എല്ലാവരും സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. സക്സസ് ആവണം, ഒരു സൊല്യൂഷൻ കിട്ടണം, സക്സസ് ആവുന്ന രീതിയിലാണ് എല്ലാവരും ഒന്നാക്കുന്നത് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. പല ആൾക്കും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം, കുറെ ആൾക്കാരുണ്ട്. അതായത് കുറെ ആൾക്കാർ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മളെ യെസ്റ്റർഡേ നമ്മളൊരു ബാച്ച് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളൊരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് 15 കൊല്ലമായി ഈ ഗോൾഡിൽ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 15 ഇയേഴ്സ്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അത് കോൺടാക്ട് ചെയ്യാം. ഞാൻ വെറുതെ പറയുന്ന രീതിയിലല്ല. ആള് ഒരു 15 കൊല്ലമായി ഗോൾഡ് ട്രേഡിങ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആളൊരു ടൂളിനെ നമ്മൾ എൻക്വയറി വരുന്നു. ഞാൻ ആളോട് ചോദിച്ച കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു സിസ്റ്റം എടുക്കാനുള്ള റീസൺ. അപ്പൊ ആള് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് 15 കൊല്ലമായിട്ടും ഒരു സാധനം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് മേലോട്ടാണ്, അത് ബൈ പോവോ സെല്ല് ആവോ എന്നുള്ളത് ആ വ്യക്തിക്ക് 15 കൊല്ലമായിട്ടും ആ ഒരു സാധനം ഇതുവരെ ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. അവിടെ എത്തുമ്പോൾ ആളെന്നാവും, മാർക്കറ്റ് ചെറുങ്ങനെ ഒരു ബൈ എടുത്തിട്ടുണ്ടാവും, ചെറിയൊരു റെഡ് കാണുമ്പോൾ ആളെന്നാണ് എക്സിറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹ്യൂമണിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അതെന്നാക്കാൻ പറ്റും, നമുക്കൊരു അൽഗോന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് അത് പറഞ്ഞ പണി മാത്രമേ എടുക്കൂ, അതിന്റെ അപ്പുറത്തേക്ക് അതിന്
ഒരു ഇത് കൊടുക്കണം, ആക്സസോറി ഡിസിഷൻ കൊടുക്കണം, ഒരാൾ ഡിസിഷൻ കൊടുക്കണം, എന്നാൽ മാത്രമേ അത് അവിടെ നിന്നാക്കും ആ പണിയെടുക്കും. ഇപ്പൊ നിങ്ങളിപ്പം ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ഇവിടെ. ഇവിടെ എന്നായിട്ടുണ്ടാവും, ഇപ്പൊ ഇവിടെ ഇപ്പൊ മാനുവലി ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു എൻട്രി എടുത്ത് മാനുവലി ഇത്രയും ഒന്നായി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും മാർക്കറ്റിൽ. അപ്പൊ ഈ ഒരു ആൾക്കാർ എവിടെയാണ് എമൗണ്ട് കൊണ്ടുപോയി കളയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരുന്ന സമയം എന്നാക്കും, ഓക്കെ പ്രോഫിറ്റ് കിട്ടി, നെക്സ്റ്റ് ആ ഒരു കോൺഫറൻസിൽ നെക്സ്റ്റ് ഒരു എൻട്രി കൂടി പ്ലേസ് ചെയ്യും. അത് മിക്കവാറും ഒരു എന്നാവും ബിയറിഷ് ആയിരിക്കും. അതായത് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഒരു അപ്പ് വന്ന ഒരു ബിയറിഷ് വരുന്നുള്ളൊരു മനക്കണക്കിൽ എന്നാവും ഇവിടെ ഒരു ബിയറിഷ് ഒരു സെൽ ഡൗൺ എടുക്കും. അവിടെ എന്നാവും ഇവിടെ എടുത്ത പ്രോഫിറ്റ് ഇവിടെ കൊണ്ടുപോയി കളയും ചെയ്യും. അതാണ് പല ആൾക്കാരും മാർക്കറ്റിൽ എന്നാകുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച്, അതായത് ഒരു 3 മന്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യേണ്ടത് സാധനം നമ്മൾ സെറ്റ് ചെയ്ത് തരും. ആ റൂട്ടിൽ മാത്രം നിങ്ങൾ പോയി കഴിഞ്ഞാൽ സക്സസ് ആകാൻ പറ്റും. ഇപ്പൊ മാർക്കറ്റിൽ 5% ആൾക്കാരാണെന്നാകുന്നത് സക്സസ് എന്നുള്ള സെബിയുടെ റിപ്പോർട്ട്. ഇത് ട്രേഡിങ് അറിയാത്തത് കൊണ്ടല്ല ബാക്കിയുള്ള 95% ആൾക്കാരും സക്സസ് ആവാത്തത്. അതായത് അവർക്ക് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. പ്രോപ്പർ സിസ്റ്റം, അതിപ്പോ ഒരു ബിസിനസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊരു ബിസിനസ്സാണ്. നിങ്ങളൊരു കമ്പനി ആയിക്കോട്ടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ആ കമ്പനിയിൽ പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരു മാനേജർ ലെവൽ ഉണ്ടാവും, സെയിൽസിൽ ഒരാളുണ്ടാവും, മാർക്കറ്റിങ്ങിന് ഒരാളുണ്ടാവും. ഇതൊരു ടീം വർക്കാണ്. ഒരു കമ്പനിയും ഒരു 1 മാൻ ഇതിലൊന്നാവില്ല, പോകുന്നില്ല. അതേപോലെയാണ് ഇതിന്റെ ബാക്ക് എൻഡിലും ഓരോ കാര്യങ്ങളും. ന്യൂസ് വാച്ച് ചെയ്യാൻ ഒരു ടീമുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരു അൽഗോ ഉണ്ട്, റിസ്ക് മാനേജ് ചെയ്യാൻ ഒരു അൽഗോ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ എൻട്രി എവിടെയാണ്, കാര്യങ്ങൾ, ഇതൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ബാക്ക് എൻഡിൽ ഓരോ ഏരിയയിലും എന്തുണ്ട്, ഓരോ ആൾക്കാരും 24/7 എന്താണ് വർക്കിംഗ് ആണ്. അപ്പൊ ഒരു ടീമാണ് നിങ്ങൾക്ക് എന്താകുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരു ടൂളിന് പകരം നിങ്ങളൊരു ടീമിനെയാണ് എന്നാക്കുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാട്ടാ. ഞാനതൊന്ന് കുറച്ചൊന്ന് നീട്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്നാക്കാ പിച്ച് ചെയ്യാൻ പറ്റും. ഹലോ, ആഷിഖ് കബീർ, ജിത്തു, ഫിലിപ്പ്, ചോദിക്ക നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക, കംപ്ലീറ്റ് ആക്കാം. ഡൗട്ട്സുകൾ നല്ലതാണ്, ചോദിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ബാക്കി നമ്മൾ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് ഇതില്. ചോദിക്കാം, ഡൗട്ട്സുകൾ ചോദിക്കാം. ആഷിഖ് കബീറിന് ചോദിക്കാം, ഡൗട്ട്സുകൾ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷനില് ഒരു ദിവസം ഒരു ട്രേഡ് ആണോ, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയില്ല. ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ള സിസ്റ്റം ഇല്ല. അതായത് നമുക്ക് ഇനീഷ്യലി അതായത് ട്രേഡ്സ് കുറെ വരാം. അതായത് ഇതിപ്പോ ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിന്ന് 4-മത്തോ 3-മത്തോ ട്രേഡാണ് ടോട്ടലി. ഇന്ന് മോർണിംഗ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. 10 മണിക്ക് നമ്മൾ സെക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് സെക്ഷനിൽ ഏകദേശം ഇതാ ഇവിടെ നിന്ന് മോർണിംഗ് സെക്ഷനിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മോർണിംഗ് സെക്ഷനിൽ ഉണ്ടായ ട്രേഡാണ്. ഇത് ഓൾറെഡി നമ്മൾ ലൈവായിട്ട് കൊടുത്തതാണ്. ഇത് മോർണിംഗ് സെക്ഷനിൽ ഉണ്ടായ ഒരു ട്രേഡ് ആണ് കേട്ടോ. ഒരു TP4 കംപ്ലീറ്റ് മാർക്കറ്റ് ഓപ്പൺ ആയ സമയം ഇന്ന് മോർണിംഗ് 10 മണിക്ക് ഒരു സെക്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് ആയ ട്രേഡ് ആണ് ഈ ട്രേഡ്. ഇവിടുന്ന് തുടങ്ങിയതാണ് ഇന്ന് മാർക്കറ്റ്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പൊ അവിടെ നിന്നൊരു ട്രേഡ് ഇവിടെ വന്നു. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടായത് ഇവിടെ അടുത്തൊരു ബൈ ട്രേഡ് ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ട്രേഡ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ട്രേഡ് വന്നത് 2 ട്രേഡ് അവിടെ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ 3-മത്തെ ട്രേഡ് ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് തീം ഡാർക്ക് മോഡിലായിട്ടാണ് കാണാത്തത്. അത് കാണിച്ചു തരാം. ഏകദേശം ഒരു TP4 അടിക്കുന്ന ഒരു 3 ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ബ്ലാക്ക് തീമിലേക്ക് മാറിയേ കാണും. ഇവിടെ ഇവിടെ നിന്നാണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇതൊരു TP4 അടിച്ച ട്രേഡ് ആണ്. രാവിലെ മോർണിംഗ് 10 മണിക്ക് ഉണ്ടായതാണ്. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് നന്നായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു SL വന്നിട്ടുണ്ട് ചെറിയ.
ഇതൊരു SL വന്നതാണ് ഇവിടെ. ഈ ട്രേഡ് കംപ്ലീറ്റ് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ട്രേഡ് ഇത് കൺഫർമേഷൻ ഇല്ലാത്ത ട്രേഡ് ആണ്. SL വന്നിട്ട് അത് എടുത്തിട്ടുണ്ടാവില്ല. ഇവിടെ നമുക്ക് എന്തായിട്ടുണ്ട്, ഓക്കെ, ഒരു ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു TP4 അടിക്കുന്ന ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതാ ഇവിടെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ഒരു TP3 അടിക്കുന്ന ഒരു ട്രേഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രേഡ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇപ്പോഴത്തെ ഒരു TP4 അടിക്കുന്നത്. ഇതാണ് ഇന്ന് നടന്ന മാർക്കറ്റിന്റെ ട്രേഡ്. അത് മനസ്സിലായോ? മനസ്സിലായി. സാറേ പിന്നെ നമ്മൾ ഈ ഗോൾഡിലും ഫോറക്സിലും ഇത് പ്രോഫിറ്റ് വരുന്നത് INR-ലാണോ അതോ നമ്മുടെ USDT-ലാണോ? USD ഡോളർ തന്നെയാണ് ഉണ്ടാവുക. അത് INR-ലേക്ക് നമുക്ക് ഇതാക്കിയാൽ മതി. നിങ്ങൾ ബിനാൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മതി. ബിനാൻസ് ഞാൻ ഇടയ്ക്ക് ഉപയോഗിച്ചായിരുന്നു. അതായത് ഞാൻ പറയാൻ കാരണം, ബിനാൻസിൽ ഇപ്പം ഗോൾഡ് ഉണ്ട് ഓൾറെഡി. അതായത് ബുക്ക് ബ്രോക്കറാണ്. നമുക്ക് ഫീസോ കാര്യങ്ങളൊന്നും, വലിയ ഒരു ഫീസോ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. നല്ല ബ്രോക്കറാണ്. ഞാനൊരു 5 കൊല്ലമായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ബ്രോക്കറാണ്. ഞാനതിന്റെ പ്രൊമോഷനായിട്ട് പറയല്ല ചെയ്യുന്നത്. നല്ല ബ്രോക്കറാണ്. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ബിനാൻസ് ബ്രോക്കറൊക്കെ, അതായത് നമ്മൾ ബ്രോക്കറിന്റെ കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഏത് ബ്രോക്കർ ചൂസ് ചെയ്യുന്നതും അതിന്റെ പ്ലസും നെഗറ്റീവും പ്ലസും നമ്മൾ പറഞ്ഞു തരും. നമുക്ക് അതിൽ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല, അതായത് അത് നിർബന്ധമാണ് നിങ്ങൾക്ക് ബ്രോക്കർ എന്ന് പറയുന്ന കാര്യം. വെച്ചാൽ നിങ്ങൾക്ക് എത്ര സിസ്റ്റവും എത്ര സ്ട്രാറ്റജിയും എന്ത് ടൂളും ഉണ്ടായിട്ടും ബ്രോക്കർ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റൂല. രാവിലത്തെ നമ്മളെ ബാച്ചില് 10 മണിക്കത്തെ ബാച്ചില് ഇതിൽ ഉണ്ടായ ആൾക്കാരുണ്ടോന്നറിയില്ല. 10 മണിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഇതിലുണ്ടോ? ജോയിൻ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്തിച്ചാൽ മതി. 10 മണിക്കത്തെ സെക്ഷനിൽ ഉണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ 10 മണിക്ക് നമ്മൾ ജോയിൻ ചെയ്തതിൽ ഒരു ട്രേഡർ ആള് പറഞ്ഞ ഒരു കഥയാണ്. ആള് ഓൾറെഡി 35,000 അടുത്ത് എന്നാക്കിയിട്ടുണ്ട്. ഒരു ബ്രോക്കറിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അത് ശരിയല്ല. ഒരു ബ്രോക്കറിൽ എമൗണ്ട് എന്നാക്കിയിട്ടുണ്ട്. ജനറേറ്റ് ചെയ്തിന് ആൾ പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു, ജനറേറ്റ് ചെയ്തിന്. പക്ഷെ ആ ബ്രോക്കറിൽ നിന്ന് വിഡ്രോ ഇല്ല. ബ്രോക്കർ ഒരൊറ്റടിക്ക് പോവാ. ബ്രോക്കർ ഒരൊറ്റടിക്ക് മാർക്കറ്റിൽ നിന്ന് പോയി വീണ്ടും ആ ബ്രോക്കർ റീ എൻട്രി വന്നു. മൂപ്പര് എമൗണ്ട് അതിലില്ല. ഇതാണ് സിസ്റ്റം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന. മൂപ്പര് ഏകദേശം അതിലേക്ക് എമൗണ്ട് ഒരു 10 ലക്ഷം 20 ലക്ഷം റുപ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് മൂപ്പര് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണ് സിസ്റ്റം. കുറച്ച് എമൗണ്ട് മൂപ്പര് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ പ്രശ്നം മൂപ്പർക്ക് ട്രേഡിങ് അറിയാത്തതിന്റെ പ്രശ്നമല്ല അവിടെ ഉണ്ടായത്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അവിടെ മൂപ്പര് ഫേസ് ചെയ്തത്.